വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. ഇന്ന് നമ്മുടെ അഞ്ജിന്റെ ബർത്ത്ഡേ ആണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഗൈസ്. അത് ഫുള്ള് സർപ്രൈസുകളോട് സർപ്രൈസ് ആണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇത്തവണത്തെ ബർത്ത്ഡേക്ക് അമലിന്റെ കൂടെ അപ്പൊ അതൊരു സ്പെഷ്യൽ ആണ്. അതിന്റെ കൂടെ തന്നെ അമലേട്ടൻ വലിയൊരു സർപ്രൈസ് അഞ്ജിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അതെന്താന്നുള്ളത് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല, വഴിയെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അല്ല, ഒരു സർപ്രൈസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ ഇത് കേക്ക് ഒക്കെ വാങ്ങിയിട്ട് കൃത്യം 12 മണിക്ക് ഇനി 15 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഞങ്ങളങ്ങോട്ട് പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കാണ്. ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ഇപ്പൊ കാണാം. അത് വേറെ കാര്യം എന്താ വെച്ചാല് ഞങ്ങൾ സർപ്രൈസ് ആയിട്ടാണ് അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുന്നത്. പക്ഷെ ഏകദേശം ഒക്കെ ഒരു ധാരണ നമ്മള് വരുന്നത്. കാരണം എന്റെ ബർത്ത്ഡേക്ക് വന്ന് പിന്നെ ശ്രീന്റെ ബർത്ത്ഡേക്ക് വന്ന് അപ്പൊ എന്തായാലും അഞ്ചിന്റെ ബർത്ത്ഡേക്ക് 12 മണിക്ക് ഇവിടെ ഉള്ള സമയത്ത് പ്രതീക്ഷ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇപ്പൊ അഞ്ചിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അമലേട്ടൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രല്ല ഗൈസ്, രാവിലെ നമ്മളൊരു കിഡിലൻ ട്രിപ്പ് പോവാണ്. ട്രിപ്പ് പോകുന്നത് മാത്രല്ല ഗൈസ്, ട്രിപ്പ് പോകുന്നത് ഓക്കെ അറിയാം. പക്ഷെ അവിടെ അമലേട്ടൻ ഓൾക്ക് വേണ്ടിട്ട് ഒരു വലിയ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും ആ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കൂല. ഞങ്ങളും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടത്തെ മൊമെന്റ് കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒരു മൊമെന്റ് കൂടി അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഏറ്റവും എൻഡിൽ കാണാം. എന്തായാലും ഓക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ആ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ വഴിയെ കാണുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ സമയം 11:47 ഗൈസ്. ഇനി ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഏച്ചി അവിടെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമുക്ക് വേഗം അവിടെ പോയിട്ട് 5 മിനിറ്റ് മുന്നേ നമുക്ക് അവിടെ റോഡിൽ കാറിലിരിക്കാം. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഞങ്ങളവിടെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സമയം 52 12 മണിക്ക് പോയിട്ടില്ലേ ഒരു കാര്യമില്ല. ഇപ്പത്തത് വെറും സാമ്പിൾ സർപ്രൈസ് ഗൈസ്. അതെ, ഇത് കുഞ്ഞു സർപ്രൈസ്. പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സർപ്രൈസ്. അതെ, നമ്മള് വരുന്നുള്ള എന്തായാലും പ്രതീക്ഷിക്കും ചിലപ്പോ അല്ലേ. ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും പ്രതീക്ഷിക്കും. പക്ഷെ അമൽ ഇപ്പൊ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് അവള് പ്രതീക്ഷിക്കൂല. അത് പ്രതീക്ഷിക്കും അല്ലേ? നമ്മളെ പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ചിലപ്പോ ആ ട്രിപ്പ് ആണെന്നൊക്കെ അവള് വിചാരിച്ചിട്ടുണ്ടാവുക. കേക്കും പിടിച്ച് മുന്നിലിരിക്കാണ്. അതെ, ഓരോ വളവ് വളയ്ക്കുമ്പോഴും ഞാൻ കേക്കും വളയും. ഇത് ഞങ്ങള് മുന്നിൽ കൂടെ പോയാല് ഓക്ക് മനസ്സിലാവും കാറിന്റെ ശബ്ദം കേട്ടാലെന്ന് വെച്ചിട്ട് പിന്നിലത്തെ വഴി കൂടെ പോവാണ്. ഇത് കുറച്ച് ദൂരമുണ്ട് മറ്റേ വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് നേരം കൊണ്ട് എത്തുന്നതാണ്. ഇത് കുറച്ചൊരു ദൂരമുണ്ട്. നമ്മള് കുറെ പ്രോപ്പർട്ടീസ് ഒന്നും വാങ്ങിയിട്ടില്ലേ? ഇല്ല, കാരണം ഇത് സാമ്പിൾ ആണ്. അതെ, പ്രോപ്പർട്ടീസ് ഒന്നും വാങ്ങാൻ നമുക്ക് സമയം കിട്ടിയതുമില്ല. കാരണം 5 ഫുൾ ടൈം നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഞങ്ങള് പിരിഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. ഇവിടെ അങ്ങോട്ട് ഹോൺ ഇല്ല ഗൈസ്. അത് ശരിയാ, ഈ ഹോണും അടിക്കരുത് കേട്ടോ, ഓക്ക് മനസ്സിലാവും. 11:56. മുന്നോട്ട് പോയി കഴിഞ്ഞാല് പോക് മാത്രം ഇട്ടാൽ അതെ, നമ്മൾ ഈ പോകുന്ന 5 അവിടെ നിന്ന് കണ്ടാലോ? അതേ, ആ കാണുന്നതാണ് ഓളെ വീട്. ഒരു വെളിച്ചം പോലും ഇല്ലല്ലോ അവിടെ. ഓ, വേഗാക്ക്. ലൈറ്റ് ഓഫ് ആക്കിയില്ലേ? ലൈറ്റ് ഓഫ് ആക്കിട്ടൊന്നും കാര്യമില്ല. ഈ കാറിന് എവിടെ നിന്ന് കണ്ടാലോ സെറ്റ്. ഇത് കറക്റ്റ് സ്പോട്ടാണ് ഗൈസ്. കാരണം ഇത് കണ്ടോ, ആ വഴി അടക്കം ഹിഡൻ ആണ്. 11:58 നമുക്ക് മെല്ലെ ഇറങ്ങി നടക്കാം. കേക്ക് ഏച്ചി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗേറ്റിന്റെ പുറത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ഈ മതിലിന്റെ അങ്ങോട്ടേക്ക് നിൽക്കാൻ ഈ ഒന്നും കൊടുക്ക് ഒന്ന് ഒളിച്ച് ഒന്ന് താവ്. എന്താ ചെയ്യാ? സമയം 11:57 ഗൈസ്. 3 മിനിറ്റ് കൂടെ ഉണ്ട്. ഇവിടെ നിന്നാ കാണൂല. ഇവിടെ നിക്കല്ലേ, എന്നിട്ട് സമയത്ത് ഓടിച്ചല്ലേ. ഞാൻ ഓടുമ്പോ കാർ ലോക്കൊക്കെ മറന്നാലോ എന്ന് പേടിച്ചതാ. 59 അത് വേണ്ട. ഓടിക്കോ, സമയായി. 10 മിനിറ്റും കൂടെ ഉള്ളൂ.
എന്തുകൊണ്ടാ പ്രതീക്ഷിക്കാൻ? ഈ അവലേട്ടനോട് ഡ്രസ് നല്ലത് മറ്റേത് മറിച്ചത് നല്ല ചെറുതായിട്ട് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കൂടുതലായിട്ട് ഞാൻ അതിനെ പറ്റി ഒന്നും ചിന്തിച്ചില്ല കേട്ടോ. അത് സംഭവം എന്തെങ്കിലും നല്ലതാണ്. ഇവള് വീട്ടിൽ നിന്ന് എടുത്ത ഡ്രസ് എടുത്ത് വരാനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, മോശമില്ലാത്ത എന്തെങ്കിലും ഡ്രസ് ഇട്ടിട്ട് വരാണെങ്കിൽ ഫോട്ടോ എടുക്കണമെന്നിട്ട് അമ്മക്ക് അയച്ചു കൊടുക്കണം എന്നെല്ലാം വരെ ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഏച്ചിയായിട്ട് ഫുള്ള് ചോക്കോ ട്രഫിൾ. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Anji. Happy birthday to you. ജുൻകാനിന്നത് പ്രതീക്ഷിക്കാം ഗൈസ്. അടുത്തത് എനിക്ക് തന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടാ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു. എനിക്കിത് മനസ്സിലാവാനും പാടില്ല. ഇവളാണെങ്കിൽ വീട്ടിലിരുന്ന് ഡ്രസ് ഇടിച്ച് വരാനും പറയുന്നു. കൊണ്ട് ഡ്രസ് മുടി വാരിപ്പിച്ച് ലിപ്സ്റ്റിക് ഇവിടെ വരെ കൊണ്ടുവരാൻ പറ്റവിടെ എടുക്കാൻ. ഇവളെങ്ങനെ നാളെ കേക്ക് മുറിച്ചാൽ ചേച്ചിയോട് ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഞാൻ പറഞ്ഞത് പറ്റില്ല, എനിക്ക് ഫോട്ടോ എടുക്കണം, കേക്ക് മുറിച്ചേ പറ്റി ചേച്ചി. ഞാൻ നടത്തുള്ളൂ. ഞാൻ അഞ്ചിക്ക് ഒരു സർപ്രൈസ് സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും തന്നെ 2 സർപ്രൈസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു സർപ്രൈസ് അത് നമുക്ക് പൊളിക്കാം. ഒരു സർപ്രൈസ് നമുക്ക് ഇപ്പൊ പൊളിക്കാം, ബാക്കി നാളെ. അതെ, അതൊരു ഇത് ഓള് പ്രതീക്ഷിക്കുന്ന സർപ്രൈസ് അല്ല ഗൈസ്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത്. പിന്നെ ഓള് ഊഹിക്കായിരിക്കും, പക്ഷെ രണ്ടാമത്തെ ഓള് ചിന്തിക്കാൻ പോലും വഴിയില്ല. അപ്പൊ ആദ്യത്തെ അമ്മ പൊളിച്ചാലോ? പോയി കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേക്ക് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ്. അതെ. ഓ നാളെ വരട്ടെ. അല്ലല്ല, ബാക്കിൽ കവർ ഞാൻ കാണുന്നുണ്ട്, സൈഡ് ഇവിടെ താങ്ക് യു. ഗൈസ്, ഇത് അഞ്ചിക്ക് അമലേട്ടൻ വാങ്ങിച്ച പാദസരാണ് ഗൈസ്. അഞ്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാദസരം. ഷോ, അഞ്ചിക്ക് നാളെ വരുന്നുണ്ട് തോന്നുന്നു, ഒന്നും കൊണ്ടുന്നില്ല. നോക്കട്ടെ, കാണിച്ചെടുക്ക്. ഇഷ്ടായ? നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്.
സഞ്ജിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പാദസരം എന്നുള്ളത്. അതിന്റെ മുന്നേ എനിക്ക് അച്ഛൻ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അച്ഛൻ വാങ്ങി തന്ന കമ്മലാട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. അതെ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി തന്നതാണ്. അമലേട്ടന്റെ അച്ഛന്റെ വക ആദ്യ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ പരിപാടി? ഒന്നുമില്ല. ഭർത്താവ് ആദ്യമായിട്ട് വാങ്ങിച്ചെന്ന ഗിഫ്റ്റ് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. എനിക്ക് ഇഷ്ടമായി. എനിക്ക് പാദസരം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ ഇതുവരെ ഞാൻ സ്വർണത്തിന്റെ പാദസരം ഇട്ടിട്ടില്ല, വാങ്ങിയിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ നല്ലൊരു തുടക്കമാട്ടെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പോകുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എന്നിട്ട് അടിച്ച് പൊളിച്ചൊരു കിടിലൻ ട്രിപ്പ് പോവാണ് ഗൈസ്. അപ്പൊ അതാണ് ഞങ്ങളെ എയിം. ഇനി നമുക്ക് രാവിലെ കാണാം, രാവിലെ അടിച്ചു പൊളിക്കാം.